ഇവിടെ എവിടെയോ ഒരു പന്നിയിറച്ചി കിട്ടുന്ന കടയില്ലേ? ഈ തട്ടുകടയാ? ആണോ? ഓക്കെ, സെറ്റ്. ചേച്ചി പോർക്കുണ്ടോ? പോർക്കുണ്ട്. കപ്പയോ? കപ്പയുണ്ട്. ചേച്ചി അടിപൊളി പോർക്ക്. എന്താ ഇതിന് കൂട്ടെന്താ? എൻ്റെ മസാലകളാണ് ചേർത്തിരിക്കുന്നത്. അതൊരു പ്രത്യേക മസാല, നമ്മൾ പറഞ്ഞതാലും ശരിയാണ്, കുഴപ്പമില്ല. ഇതിപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണോ? കപ്പയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക? കപ്പയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി, എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം. ഇവിടെ പറഞ്ഞത് കുറച്ച് മതി. പൊറോട്ട ഇതൊക്കെയാണ് അടിക്കുന്നത്. പൊറോട്ടയും ദോശയുണ്ടോ? ദോശയും ചൂടും അതൊക്കെ ഇവിടെ തന്നെ ചൂടും. ബാക്കി ഇങ്ങനത്തെ ഇതൊക്കെ ഫുഡ് എല്ലാം വീട്ടിൽ നിന്നുണ്ടായി കൊണ്ട്. കുറെ കാലമായോ ഇവിടെ ഷോപ്പ് ഇട്ടിട്ട്? 6-7 വർഷമായി. നല്ല തിരക്കൊക്കെ ഉണ്ടോ? തിരക്ക് പോകുന്നുണ്ട്. രാവിലെ എപ്പോഴാ ഈ പോർക്ക് എപ്പോഴാ കൊടുത്തു തുടങ്ങുക? 8 മണിക്ക് തുടങ്ങും. 8 മണിക്ക് തുടങ്ങും. എന്നിട്ട് എത്ര മണി ഉച്ച വരെ ഉണ്ടാവും? എപ്പോഴും തീരണോ അപ്പോഴും. വൈകിട്ട് രാത്രി ഉണ്ടാവുമോ? രാത്രി രാവിലെ മാത്രം. ഈ പോർക്ക് വെക്കാന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ? പൊതുവെ നമ്മള് ചിക്കനും ബീഫും അല്ലേ ഉണ്ടാവില്ലേ? എല്ലായിടത്തും പോർക്ക് ഇല്ല. എല്ലായിടത്തും പോർക്കില്ല. അപ്പൊ നമ്മള് വിചാരിച്ച് ഇനി എന്തായാലും ചിക്കനും ബീഫും എല്ലായിടത്തും കിട്ടും. അപ്പൊ നമ്മൾ കിട്ടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ പോർക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് പോർക്ക്. ചേട്ടനാണ് തുടങ്ങിയത്, അല്ല വേറെ ആരും അല്ല. ചേട്ടൻ പറഞ്ഞു കൊറോണ കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു. അപ്പം പറഞ്ഞു ഈ പോർക്ക് നമുക്ക് തുടങ്ങി നോക്കാം അടി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, അപ്പോഴും മാസം ഒരു ബാക്കിലോട്ട് താല്പര്യക്കുറവില്ല. കൊള്ളാം. അപ്പം നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ? ചേച്ചി തന്നെ പറഞ്ഞു കൊടുത്തു. അമ്പലമുക്കിൽ നിന്ന് വരുമ്പോൾ വയലിക്കട എന്ന സ്ഥലത്താണ് ഈ കട ഇരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാട്ടോ. ബാക്കിയുള്ളവർക്ക് അത്ര പരിചയം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലാണേ. ഇതേ കുറേ സമയമെടുത്ത് ആസ്വദിച്ച് കഴിക്കേണ്ടത്. എനിക്ക് പെട്ടെന്ന് ഇത് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഞാനിത് സമയമെടുത്ത് ആസ്വദിച്ച് സമാധാനത്തിൽ കഴിക്കട്ടെ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.